ഫ്രണ്ട്സ്, എല്ലാവർക്കും ഒരിക്കൽ കൂടി അമ്മൂസ് കളക്ഷനിലോട്ട് സ്വാഗതം. ഇപ്പോൾ നമ്മൾ ഓണം അടുത്തെത്താറായിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഷോപ്പിങ്ങിൽ ബിസി ആയിരിക്കും. എല്ലാവരും പുതിയ പുതിയ സാരികളും സെറ്റ് മുണ്ടുകൾ, അതുപോലെ തന്നെ ചുരിദാറുകൾ എല്ലാം മേടിക്കാനായിട്ട് ഇങ്ങനെ ഓടി നടക്കുമായിരിക്കും. അപ്പോൾ നമ്മൾ ഇന്ന് കാണാൻ പോണത് അതിന് ഓണം സ്പെഷ്യലായിട്ട് കുത്താമ്പള്ളി സാരീസും കോട്ടൺ സാരീസും അതുപോലെ തന്നെ ടിഷ്യൂ സാരീസുമാണ്. അതിൽ നമ്മൾ 4 സാരിയാണ് നമ്മളിന്ന് കാണിക്കുന്നത്. അതിലത്തെ 2 സാരീസ് ഹാൻഡ് എംബ്രോയിഡറി ചെയ്തതും 2 സാരി പെയിൻറ്റിങ്ങുമാണ്. അപ്പോൾ പെയിൻറ്റിങ് ഇഷ്ടമുള്ളവർക്ക് പെയിൻറ്റിങ്ങിലോട്ട് പോകാം, അല്ലാത്തവർക്ക് ഹാൻഡ് എംബ്രോയിഡറി ഉണ്ട്. അപ്പോൾ ആദ്യം തന്നെ നമുക്കൊരു ടിഷ്യൂ സാരി കണ്ടു നോക്കാം. ടിഷ്യൂ ഇപ്പോഴത്തെ ഒരു ട്രെൻഡായിട്ടിരിക്കുന്നതാണ്. എല്ലാവരും ടിഷ്യൂ സാരീസാണ് ഈ ഒരു ഓണത്തിന് നമ്മൾ ചൂസ് ചെയ്യുന്നത്. അപ്പോൾ ഇതിലത്തെ ടിഷ്യൂ സാരിയാണ് ആദ്യത്തെ സാരി തന്നെ. നല്ല ഗോൾഡൻ കരയുള്ള ടിഷ്യൂ സാരിയാണ്. അപ്പോൾ ഈ ടിഷ്യൂ സാരിയിൽ നമ്മൾ ഫാബ്രിക് പെയിൻ്റ് ആണ് ചെയ്തിരിക്കുന്നത്. നമ്മൾ ചെമ്പരത്തി പൂവ് ഫാബ്രിക് പെയിൻ്റ് ആണ് ചെയ്തിരിക്കുന്നത്. 2 സൈഡിലും ചെമ്പരത്തിപ്പൂ, നടുക്ക് ഒരു ചെമ്പരത്തിപ്പൂ. അങ്ങനെയാണ് നമ്മൾ മുന്താണിയിൽ വന്നിരിക്കുന്നത്. മുന്താണിയിൽ ഒരു ബോർഡർ വന്നിട്ട് 5 ഇഞ്ച് വിഡ്ത്തിലാണ് ബോർഡർ വന്നിരിക്കുന്നത്, കസവ് വന്നിരിക്കുന്നത്. അത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മുടെ ഈ ബോർഡർ വൈസ് സൈഡിൽ ബോർഡറിൽ കൂടെ ഇതുപോലെ ചെമ്പരത്തി പൂവുകൾ ഓൾട്ടർനേറ്റ് ആയിട്ട് കുറച്ച് സ്പേസിൽ ഒരേ ഗ്യാപ്സിൽ ഇതുപോലത്തെ ഡിസൈനിങ് പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. ഇതിൻ്റെ അകത്ത് നമുക്ക് വിത്ത് ബ്ലൗസ് പീസാണ് വരുന്നത്. അപ്പോൾ ഈ സെയിം ഡിസൈനുള്ള ബ്ലൗസ് പീസാണ്. വേണമെങ്കിൽ അത് ബ്ലൗസ് പീസിന് യൂസ് ചെയ്യാണ്ട് നിങ്ങൾക്ക് കോൺട്രാസ്റ്റ് കളർ ബ്ലൗസ് പീസ് ഇടണം എന്നുണ്ടെങ്കിൽ ഈ ഒരു റെഡ് കളർ അല്ലെങ്കിൽ റെഡ് ആൻഡ് ഗ്രീൻ കളർ കോമ്പിനേഷനുള്ള ബ്രൊക്കേഡ് ബ്ലൗസ് പീസ് ആണെങ്കിൽ ഇതിന് യോജിക്കുന്നതായിരിക്കും ഈ ഒരു സാരിക്ക്. അതല്ല എന്നുണ്ടെങ്കിൽ ഇതിന് വിത്ത് ബ്ലൗസ് പീസാണ് വരുന്നത്. സെയിം ബ്ലൗസ് പീസ് ആണെങ്കിൽ നമുക്ക് ചൂസ് ചെയ്യാം. എന്നിട്ട് ആക്സസറീസ് ഒക്കെ നല്ല ഹെവി ആയിട്ട് ഇട്ടാൽ മതി. അപ്പം ഇങ്ങനെയാണ് ഈ ഒരു സാരി വരുന്നത്. ഇത് ചെസ്റ്റ് പോർഷനിൽ ഇതുപോലെ ഷോൾഡർ പ്ലീറ്റിൽ ഇങ്ങനെ വരും. അതുപോലെ തന്നെ ഇപ്പോൾ അഴിച്ചിടുവാണ്, ഞെറിഞ്ഞു കൊടുക്കുമല്ല, അഴിച്ചിടുവാന്നുണ്ടെങ്കിൽ ചെസ്റ്റ് പോർഷനിൽ ഇതുപോലെ തന്നെ പെയിൻറ്റിങ് വരുന്നുണ്ട്. 2 ഫ്ലവർ ചെസ്റ്റ് പോർഷനിലും വരുന്നുണ്ട്. ഷോൾഡർ പ്ലീറ്റിൽ ഇതുപോലെ തന്നെ ബോർഡറിൽ കൂടെ ഇതുപോലെ ഡിസൈനിങ് പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇത് ഒരു പർട്ടിക്കുലർ ഇൻ്റർവെല്ലിൽ ഇങ്ങനെ ഗ്യാപ്പിൽ ഇതുപോലെ ഡിസൈനിങ് ഇങ്ങനെ പോവുകയാണ്. ബ്ലൗസിൻ്റെ സ്ലീവിലും ഇതുപോലത്തെ ബോട്ടം പ്ലീറ്റ്സിലൊക്കെ ഇങ്ങനെ ഓരോ ഇടവേളകളിൽ ഇങ്ങനത്തെ ഫ്ലവർ പാറ്റേൺസ് വരുന്നുണ്ട്. പിന്നെ ബ്ലൗസ് പീസിൽ വന്നിട്ട് ഇതിൻ്റെ കുഞ്ഞൊരു ഡിസൈനാണ് ബ്ലൗസ് പീസിൽ കൊടുത്തിരിക്കുന്നത്. ഇതാണ് ബ്ലൗസ് പീസിൻ്റെ സ്ലീവിൽ ഇതുപോലെ തന്നെ ഒരു ഡിസൈൻ സ്ലീവിൽ വന്നിട്ടുണ്ട്. അപ്പം ഇങ്ങനെയാണ് ഈ ഒരു സാരി വന്നിരിക്കുന്നത്. വിത്ത് ബ്ലൗസ് പീസാണെന്ന് പറഞ്ഞു, സ്ലീവിൽ ഇതുപോലത്തെ ഡിസൈനിങ് ഉണ്ട്. അപ്പം അങ്ങനെ വേണമെങ്കിൽ അങ്ങനെ ചെയ്യാം. അതല്ല നിങ്ങൾക്ക് താല്പര്യമില്ല എന്നുണ്ടെങ്കിൽ ഇത് ഉള്ളിലോട്ടാക്കി മടക്കി കൊടുത്തിട്ട് പിന്നെ മിക്സ് ആൻഡ് മാച്ച് ആയിട്ട് കോൺട്രാസ്റ്റ് ബ്ലൗസ് പീസ് വേണമെങ്കിൽ ബ്രൊക്കേഡ് ബ്ലൗസ് പീസ് അങ്ങനെയാണെങ്കിലും ഇട്ടാൽ മതി. അപ്പോൾ ഇത് റെഡി ഫോർ സെയിലാണ്. ഇതിൻ്റെ റേറ്റ് 1800 ആണ് ഇതിൻ്റെ റേറ്റ്. അപ്പോൾ താല്പര്യമുള്ളവർ താഴെ കാണുന്ന വാട്സപ്പ് നമ്പറിലോട്ട് മെസ്സേജ് ചെയ്താൽ മതി. ഇതാണ് അടുത്ത സാരി. ഇത് കോട്ടൺ സാരിയാണ്, കുത്താമ്പള്ളി കോട്ടൺ സാരിയാണ്, ഹാൻഡ്ലൂം സാരി. അതിൻ്റെ അകത്ത് ഇതുപോലെ ഗോൾഡൻ കര തന്നെയാണ് ഇതിനും ഉള്ളത്. 2 സ്ട്രൈപ്സ് ആയിട്ട്, ഒരു ഗോൾഡൻ കര വലുതും പിന്നെ ഒരു കുഞ്ഞു സ്ട്രൈപ്പായിട്ടുമാണ് വന്നിരിക്കുന്നത്. ഇതിൻ്റെ അകത്ത് നമ്മൾ ആൻറ്റിക് കളറായിട്ടുള്ള ബീഡ്സ് ട്യൂബ്സ് വെച്ചിട്ടാണ് നമ്മൾ ചെയ്തിരിക്കുന്നത്. എന്നിട്ട് ഇതിൻ്റെ അകത്ത് സ്റ്റോൺ വർക്കും നമ്മൾ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെ വേവി ആയിട്ടുള്ള ഇതാണ് ചെയ്തിരിക്കുന്നത്. അതിൻ്റെ അകത്ത് ത്രെഡ് വർക്കും ചെയ്തിട്ടുണ്ട്. ചെയിൻ സ്റ്റിച്ചാണ് ചെയ്തിരിക്കുന്നത്. അതിൻ്റെ ഉള്ളിൽ കൂടിയാണ് ഈ ട്യൂബ്സ് എല്ലാം പോയിരിക്കുന്നത്. എന്നിട്ട് ഇങ്ങനെ താഴെ മേലിലുമായിട്ട് നമ്മൾ സ്റ്റോൺ വർക്ക്സുമാണ് കൊടുത്തിരിക്കുന്നത്. അങ്ങനെ ഈ മുന്താണി ഇതുപോലെയാണ് പോകുന്നത്. 2 സൈഡിലോട്ടും വർക്കുണ്ട്, അപ്പുറത്തെ സൈഡിലും അതുപോലെ തന്നെ 2 സൈഡിലും. അപ്പുറത്തെ സൈഡിൽ നമ്മൾ വളഞ്ഞ് പോകുന്ന ആ ഒരു പോർഷൻ വരെ വർക്ക് ഉണ്ട്. അതുപോലെ തന്നെ ഇവിടെ ഷോൾഡറിൽ ഇതുപോലെ വർക്ക് കണ്ടിന്യൂസ് ആയിട്ട് പോവുകയാണ്. ഫ്രണ്ടിലും ഇങ്ങനെ കണ്ടിന്യൂസ് ഇതുപോലെ തന്നെ ഈ സെയിം രീതിയിൽ തന്നെയാണ് വർക്ക് പോകുന്നത്. വേവി ആയിട്ട് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. അത് കഴിഞ്ഞിട്ട് താഴത്തോട്ട് പുറകിലോട്ട് വളഞ്ഞ് പോകുന്ന ആ ഒരു പോർഷൻ വരെ ഇത് ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് വർക്ക് പോകുന്നുണ്ട്. പിന്നെ അങ്ങോട്ടേക്ക് വർക്കില്ല. പിന്നെ ഈ ഒരു പോർഷനിലും ഇപ്പുറത്തെ സൈഡിലും ഈ ഒരു പോർഷനിലും ഇതുപോലെ തന്നെ വർക്കുണ്ട്. പുറകിലോട്ട് വളഞ്ഞ് പോകുന്ന അവിടം വരെ ഈ ഒരു പോർഷനിലും ചെസ്റ്റിൻ്റെ അവിടെയുള്ള പോർഷനിലും വർക്ക് വരുന്നുണ്ട്. ഈ 2 സൈഡിലായിട്ടാണ് വർക്കുള്ളത്. പിന്നെ എറിഞ്ഞു കൊടുക്കുമ്പം ഒരു ഷൈനിങ് എഫക്റ്റ് ഉണ്ടാകും. സ്റ്റോൺസും ട്യൂബ്സും എല്ലാം കൂടെ വന്നിട്ട് ഷൈനിങ് എഫക്റ്റ് ഉണ്ടാകും. പിന്നെ ഈ സാരിയിൽ വർക്ക് വരുന്നത്
എന്താ ബ്ലൗസ് പീസ്, ഇതും ബ്ലൗസ് പീസ് ഉള്ളതാണ്. അപ്പോൾ ബ്ലൗസ് പീസിൻ്റെ അവിടെയും ഇതുപോലെ വർക്ക് വരുന്നുണ്ട്. അവിടെ ഇതുപോലെ എന്താ പൊങ്ങി ബ്ലൗസിലെ സ്ലീവിൻ്റെ അവിടെ നിന്ന് താഴത്തുനിന്ന് മേളിലോട്ട് ഇങ്ങനെ ട്യൂബ്സ് ആണ് വെച്ചിരിക്കുന്നത്. ഇങ്ങനെയാണ് സ്ലീവിൽ വരുന്നത്. അപ്പോൾ ആ ഫ്രണ്ടിൽ കണ്ട ആ ഒരു വർക്ക് മുന്താണിയിലുള്ള വർക്കും അത്രയേ ഉള്ളൂ. കാലിൻ്റെ താഴത്തോട്ടൊന്നും വർക്കില്ല. പിന്നെ സ്ലീവിലാണ് വരുന്നത്. സ്ലീവിൽ ഇതുവരെ തന്നെ ട്യൂബ്സും സ്റ്റോൺസും വെച്ചിട്ട് ഒരു സിമ്പിൾ ആയിട്ടുള്ള വർക്കാണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഇത് വിത്ത് ബ്ലൗസ് പീസാണ്. ഇതിൻ്റെ റേറ്റ് വന്നിട്ട്, ഇത് റെഡി ഫോർ സെയിലാണ്. ഇതിൻ്റെ റേറ്റ് വന്നിട്ട് 1550 ആണ് ഇതിൻ്റെ റേറ്റ്. അപ്പോൾ താല്പര്യമുള്ളവർക്ക് താഴെ കാണുന്ന വാട്സപ്പ് നമ്പറിലോട്ട് മെസ്സേജ് ചെയ്യാം. ഇത് ഹാൻഡ്ലൂം കോട്ടൺ ആണ് ഈ ഒരു സാരി. ആദ്യത്തെ കണ്ടത് ടിഷ്യൂ ആയിരുന്നു, ഇത് ഹാൻഡ്ലൂം കോട്ടൺ. അതുപോലെ തന്നെ അടുത്തത് വരുന്നതും ഹാൻഡ്ലൂം കോട്ടൻ്റെ ഈ സെയിം ഇത് തന്നെയാണ്, ഗോൾഡൻ കറിയുള്ളത്. അതിൻ്റെ അകത്ത് ഇതുപോലെ തന്നെ ട്യൂബും സീക്വൻസ് വർക്കുമാണ്. നമ്മളിപ്പോൾ കണ്ടതിൽ ട്യൂബും സ്റ്റോണും ആണെങ്കിൽ ഇപ്പോൾ ഇതിൻ്റെ അകത്ത് ട്യൂബും സീക്വൻസും ആണ്. റെഡ് സീക്വൻസ് ആണ്. നടുക്കൊരു പേളും കൂടെ വെച്ചിട്ടാണ് നമ്മൾ ചെയ്തിരിക്കുന്നത്. ഈ സീക്വൻസിൻ്റെ മേളിലൊരു എന്താ റെഡ് സ്റ്റോൺ ബീഡും കൂടെ വെച്ചിട്ടുണ്ട്. എന്നിട്ടാണ് ട്യൂബ്സ് വെച്ചിരിക്കുന്നത്. അപ്പം ഇങ്ങനെ കുഞ്ഞു കുഞ്ഞു ഫ്ലവേഴ്സ് ആയിട്ടാണ് നമ്മൾ ഓരോരോ സിംഗിൾ ഫ്ലവേഴ്സ് ആയിട്ടാണ് മുന്താണിയിൽ വരുന്നത്. അതിങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് പൊക്കോണ്ടിരിക്കുകയാണ്. അത് കഴിഞ്ഞിട്ട് ചെസ്റ്റിൻ്റെ അവിടെ വരുമ്പോൾ ഇതിങ്ങനെ കണ്ടിന്യൂസ് പോവുകയാണ് കേട്ടോ, റണ്ണിങ് പോർഷനിലെല്ലാം. അത് കഴിഞ്ഞിട്ട് ചെസ്റ്റിൻ്റെ അവിടെ വരുമ്പോഴാണ് വർക്ക് വരുന്നത്. ഷോൾഡർ പ്ലീറ്റിൻ്റെ അവിടെ വരുമ്പോൾ ഫ്രണ്ടിൽ ഇതുപോലെ കുറച്ചധികം ആയിട്ട് ഹെവി വർക്കായിട്ടാണ് വന്നിരിക്കുന്നത് ഫ്രണ്ടിൽ. അപ്പോൾ ഇത്രയും വർക്കാണ് ഉള്ളത്. ഇത് ഒരു സൈഡിലേ ഉള്ളൂ, ചെസ്റ്റ് പോർഷനിൽ വർക്കില്ല. അപ്പം ഞെറിഞ്ഞു കൊടുക്കുമ്പോൾ ഷോൾഡർ പ്ലീറ്റിൻ്റെ അവിടെ മാത്രമായിരിക്കും വർക്കുള്ളൂ, ചെസ്റ്റിൻ്റെ അവിടെ വർക്ക് ഉണ്ടാവില്ല. ഇത് ഫ്രണ്ടിൽ ഇതുപോലെ ഹെവി ആയിട്ട് വർക്ക് വരുന്നു. അത് കഴിഞ്ഞിട്ട് പിന്നെ കാലിൻ്റെ അവിടെയും ഒരു സിമ്പിളായിട്ടുള്ള വർക്കാണ് കൊടുത്തിരിക്കുന്നത്. ഒത്തിരിയൊന്നുമില്ല, സിമ്പിളായിട്ടുള്ള ഒരു വർക്കാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഇതും വിത്ത് ബ്ലൗസ് പീസാണ് വരുന്നത്. ഇതിൻ്റെ ബ്ലൗസ് പീസിൽ നമ്മൾ വർക്കൊന്നും ചെയ്തിട്ടില്ല. ഇതുപോലെ പ്ലെയിൻ ബ്ലൗസ് പീസ് ആയിട്ട് തന്നെയാണ് വരുന്നത്. ഇതിൻ്റെ ബ്ലൗസ് പീസിൽ വർക്കില്ല. ഇത് കാലിൻ്റെ അവിടെ വരുന്ന വർക്കാണ്. അപ്പോൾ ഇതും റെഡി ഫോർ സെയിലാണ്. ഇതിൻ്റെ റേറ്റ് 1500 ആണ് ഇതിൻ്റെ റേറ്റ്. അപ്പോൾ താല്പര്യമുള്ളവർ താഴെ കാണുന്ന വാട്സപ്പ് നമ്പറിലോട്ട് ഉടനെ തന്നെ ഈ ഏത് സാരിയാണ് ഇഷ്ടപ്പെട്ടതെന്ന് വെച്ചാൽ അതിൻ്റെ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് താഴെ കാണുന്ന വാട്സപ്പ് നമ്പറിലോട്ട് മെസ്സേജ് ചെയ്യുക. ഇനി അടുത്തത് ഏറ്റവും അവസാനം കാണുന്ന സാരി നമ്മൾ കോട്ടൺ സാരിയാണ്. ഇതിൻ്റെ അകത്ത് ടാസൽസ് ഒക്കെ അറ്റാച്ച് ചെയ്ത് ഇതൊരു ഫാബ്രിക് പ്രിൻ്റാണ് ചെയ്തിരിക്കുന്നത്. ഇതിൻ്റെ അകത്ത് ഓൾറെഡി പല്ലുവിലൊക്കെ നല്ലോണം ടാസൽസ് അറ്റാച്ച് ചെയ്തിരിക്കുന്ന സാരിയാണ്. ഇതിൻ്റെ അകത്ത് നമ്മൾ ആദ്യം കണ്ടുകൊടുത്ത ചെമ്പരത്തി പൂവിൻ്റെ വേറൊരു ഷെയ്ഡാണ് കൊടുത്തിരിക്കുന്നത്. ഇതിൻ്റെ അകത്ത് ഇങ്ങനെയാണ് മുന്താണി വരുന്നത്. ഇതിൻ്റെ അകത്ത് മറ്റേതിൻ്റെ അകത്ത് ഒരു ഗോൾഡൻ ഫിനിഷിംഗ് ആയിട്ടാണ് കൊടുത്തിരിക്കുന്നത്. ഇതിൻ്റെ അകത്ത് ചെമ്പരത്തിയുടെ സൈഡിൽ ഒരു ലൈറ്റ് പിങ്ക് ഷെയ്ഡും യെല്ലോ ഇതൊക്കെ ആയിട്ട് കുറച്ചും കൂടെ മറ്റൊരു ഗോൾഡൻ ഷെയ്ഡും കൂടെ നമ്മൾ കൊടുത്തിട്ടുണ്ടായിരുന്നു. ഇതിന് ആ ഒരു ഗോൾഡൻ ഷെയ്ഡ് കൊടുത്തിട്ടില്ല. ഇത് മറ്റേതാണെങ്കിൽ ആ സാരിയിൽ തന്നെ ഗോൾഡൻ ഷെയ്ഡ് ടിഷ്യൂ ആയതുകൊണ്ട് ഒരു ഗോൾഡൻ ഷെയ്ഡ് ഉള്ളത് കൊണ്ടാണ് ആ ചെമ്പരത്തിപ്പൂവിന് അങ്ങനെ കൊടുത്തിരിക്കുന്നത്. ഇതിന് പ്യുവർ കോട്ടൺ മെറ്റീരിയൽ ആയതുകൊണ്ട് ആ ഒരു ഷെയ്ഡ് കൊടുത്തിട്ടില്ല എന്നാണ്. ഇത് മുന്താണിയിൽ ഇതുപോലെ 3 ആദ്യം വരും, പിന്നെ മേളിലോട്ടും ഉണ്ട് ഡിസൈൻ. മുന്താണിയിൽ ഇച്ചിരി ഹെവി ആയിട്ട് തന്നെയാണ് ചെയ്തിരിക്കുന്നത്. മുന്താണി ഇങ്ങനെയാണ് വരുന്നത്. ഇങ്ങനെയാണ് മുന്താണി വരുന്നത്. ആദ്യം താഴെ 3 പിന്നെ മേളിലോട്ട് 3. ഇങ്ങനെ അത് നടുക്ക് 2 സൈഡിൽ ഓരോന്ന്, നടുക്കുള്ളത് സെൻറ്ററിലുള്ളത് ഇച്ചിരി വലുതുമായിട്ടാണ് നമ്മൾ ചെയ്തിരിക്കുന്നത്. ബഡ്സ് ഒക്കെ ആയിട്ടാണ് സെൻറ്ററിൽ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഇങ്ങനെയാണ് മുന്താണിയിൽ വന്നിരിക്കുന്നത്. അപ്പോൾ മുന്താണിയിൽ ഇച്ചിരി ഹെവി ആയിട്ട് ചെയ്തിട്ടുണ്ട് നമ്മൾ. അത് കഴിഞ്ഞിട്ട് പിന്നെ റണ്ണിങ് ബോർഡറിൽ കൂടെയാണ് നമ്മൾ ഡിസൈൻ കൊടുത്തിരിക്കുന്നത്. ബോർഡറിൽ കൂടെ ഇങ്ങനെ ഓരോരോ ഡിസൈൻസ് ഇങ്ങനെ പർട്ടിക്കുലർ ഇൻ്റർവെല്ലിൽ പൊക്കോണ്ടിരിക്കുകയാണ്. അതിങ്ങനെ കണ്ടിന്യൂസ് ഫുൾ സാരിയിലും ഉണ്ട്. ഇങ്ങനെ ഇടവിട്ട് ഫുൾ സാരിയിൽ ബോട്ടം പ്ലീറ്റ്സിലും എല്ലാം ഉണ്ട്. ഇതിൻ്റെ അകത്ത് ഒരു 20ഓളം ഡിസൈൻസ് ഇതുപോലത്തെ നമ്മൾ പെയിൻറ്റ് ചെയ്തിട്ടുണ്ട്. അത് ഇങ്ങനെ കണ്ടിന്യൂസ് പൊക്കോണ്ടിരിക്കുകയാണ്. ഇതും സാരിയിൽ ഇങ്ങനെ ബോട്ടം പ്ലീറ്റ്സിലും എല്ലായിടത്തും നല്ലതായിട്ടുള്ള ഒരു കളർ കോമ്പിനേഷനാണ്. ഇതിൻ്റെ അകത്ത് നമ്മൾ മിക്സ് ആൻഡ് മാച്ച് ആയിട്ട് റെഡും ഗ്രീനും ആയിട്ടുള്ള ബ്രോക്കേഡ് ബ്ലൗസ് ഉണ്ടെങ്കിൽ അതാണ് ഏറ്റവും നല്ലത് ഇതിന്. ഇത് വിത്ത് ബ്ലൗസ് പീസ് അല്ല വരുന്നത്. ഇതിങ്ങനെ
സാരി മാത്രമായിട്ടാണ്, ബ്ലൗസ് പീസ് ഇൻക്ലൂഡഡ് അല്ല ഇതിൻ്റെ അകത്ത്. ഏത് ബ്ലൗസ് പീസ് ആണെങ്കിലും നമുക്ക് പോകും. ഇതിപ്പോൾ ഗോൾഡൻ കരയുള്ള ആ ബ്ലൗസ് പീസോ അല്ലെങ്കിൽ റെഡോ ഗ്രീനോ ഏത് ബ്ലൗസ് പീസ് ആണെങ്കിലും നല്ലതായിരിക്കും. അപ്പോൾ നിങ്ങൾ ഈ ഒരു സാരിയും അവൈലബിൾ ആണ്, റെഡി ഫോർ സെയിലാണ്. ഇതിൻ്റെ റേറ്റും 1550 ആണ് ഇതിൻ്റെ റേറ്റ്. താല്പര്യമുണ്ടെങ്കിൽ താഴെ കാണുന്ന വാട്സപ്പ് നമ്പറിലോട്ട് മെസ്സേജ് ചെയ്യാം. അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ 4 സാരീസ്. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കണം. അടുത്ത ദിവസം മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം. അതുവരേക്കും ബൈ.